അല്ല, അത് ശരിയാവില്ല. അതെന്താച്ചാ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ. പക്ഷെ ഞങ്ങൾ എല്ലാരും കൂടി അവിടെ വന്ന് താമസിക്കാന്നൊക്കെ പറഞ്ഞ കുറച്ചു ദിവസം ഞങ്ങളോടൊപ്പം അവിടെ വന്ന് താമസിക്കുന്നതിൽ എന്താ തെറ്റ് അല്ലേ? എന്റെ ഒരു ആഗ്രഹമല്ലേ അച്ഛാ? അളയന്റെ അവസാനത്തെ ആദ്യത്തെ ആഗ്രഹമല്ലേ അമ്മേ? ഇവിടെ 100 കൂട്ടം കാര്യങ്ങളുള്ളതല്ലേ മോനെ? ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എവിടെയാ ശപ്പൻ? ശപ്പനല്ല, സുപ്പൻ. ശുപ്പൻ എങ്ങനെ ശുപ്പൻ? ഈ ആളെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ വീടിന് ഇയാൾക്ക് അവര് കിടന്നു. ഇനി എതിരൊന്നും പറയരുത്. നിങ്ങളും കൂടി വന്നാലേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ. അളയാ, അളയന്റെ ഈ സ്നേഹം ഞങ്ങളെ തോപ്പിച്ചു കളഞ്ഞു. എന്നും അളയനോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും. താങ്ക് യു. എന്താ? ഒന്നുമില്ല. നമുക്ക് അതിൽ കയറാം. നീ ഇരിക്കടി ഇങ്ങോട്ട്. ഇങ്ങോട്ട് പാപ്പ ഒരു വണ്ടി. ഇവിടെ സ്ഥലമില്ല. അതൊന്ന് ഇവിടെ ഒരു വണ്ടി ഉണ്ട്. ഞാൻ കണക്ക് തന്നെ. ഇതിലില്ല. ഇവിടെ പാപ്പ ഇവിടെ പാപ്പ അങ്ങോട്ട് കയറിയതോടി. ഒന്ന് നീക്കേ. അല്ലേ വേണ്ട, ഞാൻ വേറെ ഏതെങ്കിലും കാറി വരേ. നീ പൊയ്ക്കോ. കയ്യൊന്ന് വിളിയിടരുത്. നിങ്ങളെ എന്റെ പിള്ളേരെവിടെ? പറഞ്ഞൂല, പിള്ളേരെവിടെ പോയി? എടാ ഷാജഹാനെ, ജഹാംഗീറേ, ഇവരൊക്കെ എവിടെ പോയി കിടക്കണപ്പാ? പിള്ളേര് ഇവിടെ ഉണ്ട്. കിടന്ന് തൊള്ള തീർക്കാതെ വണ്ടി കയറണ പിള്ളേ. എന്റെ ഈശോയെ, ഇത് ഏതാ ഈ മാരണങ്ങള്? നിങ്ങളെങ്ങനെ ഈ മുറിക്കകത്ത് വിട്ടു? നമ്മള് പെട്ടതല്ല, ജനാല പൊളിച്ച് കടന്നതാ മോനെ. സോറി സർ, എല്ലാ മുറിക്കകത്തും ആരൊക്കെയോ ഉണ്ട്. എങ്ങനെ കേറിയെന്നറിയില്ല. ഇനി മുതലേ സാരിയൊക്കെ ഞാൻ ഉടുപ്പിച്ചു തരാം. തന്നോട് ആര് പറഞ്ഞു ഇതിനകത്ത് വരാൻ? അല്ല, സാധാരണ ഇനി സാധാരണ പോലെയല്ല. ഒരു ഗ്രഹനാഥ കൂടി ഈ വീട്ടിലുണ്ട്. കുറച്ചൊക്കെ കോമൺ സെൻസ് വേണ്ടോ? സോറി സർ. എന്താണോ ഇനിയും? സർ, വയറി പിടിച്ചത്. താനെന്തിനാ ആവശ്യമില്ലാത്തൊക്കെ നോക്കാൻ പോയത്? നോക്കാതെ പറ്റില്ല സർ. അല്ലെങ്കിൽ ആ ഇലക്ട്രീഷ്യന്മാര് പുറത്തെ വയറ് ഞാൻ കുളമാക്കും. വയറ്, ആ വയറ് കണ്ണി അവിടെ പോയി നോക്ക്. അല്ലാതെ ഈ വയറ് ഞാൻ പോടോ 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 പോടോ. എന്താ ഇത്? നേരെ സന്ധ്യയായിട്ട് പോലും കേട്ടോ. അല്ല, ഇതാരും മീനുവോ? പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇതെന്താ? അടിക്കാൻ പറഞ്ഞു. ആരെ? മുറിയൊക്കെ അടിച്ചു വൃത്തിയാക്കാൻ പറഞ്ഞു. എല്ലാരും ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തിന്? ഇവിടെ എന്തോ കുന്ത്രാണ്ടം ചെയ്യാനുണ്ടത്ര. ഒന്ന് നടക്കണ്ട പിള്ളാരെ. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് മോടി പിടിപ്പിക്കാനുണ്ട്. മണിയറ ഒരുക്കാനാ. എന്നാ പിന്നെ ഞങ്ങള് പുറത്തേക്ക് ഇരിക്കാം. എടി, ആ മാറാനായിരിക്കും ചൂട് നേരത്തേടി. ഈശ്വര, വൈകുന്നേരത്തെ പാർട്ടിയും കൂടി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. എന്തിനാ? നമുക്ക് ഒരുമിച്ചിരുന്ന് നാമം ജപിക്കാൻ. ഇന്ന് നമുക്ക് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കണ്ടേ? കാണും. ഇതൊന്നും ആരും കാണില്ലെന്ന് നമുക്ക് ഫസ്റ്റ്. ഇന്ന് എന്തൊക്കെയാ ചെയ്യേണ്ടത്, എന്തൊക്കെയാ പറയേണ്ടത് എന്നതിന്റെയൊക്കെ ഒരു രൂപരേഖയാണ് സാർ ഇത്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ടാന്ന് തീരുമാനിക്കുന്നത് ഞാനാ. അല്ല, ഞാനാ. എന്റെ ഫസ്റ്റ് നൈറ്റിന്റെ കാര്യം തീരുമാനിക്കുന്നത് നിങ്ങളാണോ? ഇത് ഫസ്റ്റ് നൈറ്റിന്റെ കാര്യമല്ല, ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്ന പാർട്ടി. ഓ, നിങ്ങൾ എന്നെ പ്രാന്ത് പിടിപ്പിക്കും. നാളെ മുതൽ ഈ മെനു താനെ എഴുതണ്ട. അതിനൊക്കെ ഇവിടെ വേറെ ആളുണ്ട്. യു ക്യാൻ ഗോ. സോറി സർ. സാർ, നാളെ മുതൽ താൻ തന്നെ എഴുതിക്കോ മെനു. താങ്ക് യു സർ. വെൽക്കം.
സെക്രട്ടറി എന്നെ നോക്കൂല, ഒരൊറ്റ ചവിട്ടി അവൻ ചെന്നിട്ടല്ലോ. പണ്ടാ കിടങ്ങാൻ അച്ഛന്റെ കാലം മുതലുള്ള ആളായിപ്പോയി. പ്രായത്തോർത്തിട്ടാ ഈ ശവത്തിനെ ഞാൻ കാലത്ത് കയറി ഉമ്മ വയ്ക്കുകയും ചെയ്തു. ഫു. അല്ല പിന്നെ മനുഷ്യന് സ്വസ്ഥമായിട്ടൊന്ന് ചും 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 ചും. എന്ത് പറ്റി നരേന്ദ്ര? ഒന്നുമില്ല. ചില ശല്യങ്ങൾ രാവിലെ വന്ന് കേറിക്കോളും, പിന്നെ വിട്ടുപോവില്ല. ഡോണ്ട് വറി, ഇനി നിങ്ങൾ ആരെയും വന്ന് ശല്യപ്പെടുത്തില്ല. ഓ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. മനുഷ്യ അയ്യോ, ആ വായാടുത്തള്ള എന്തിനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്നെ ഒരിടത്ത് നിർത്തുന്നില്ലെന്ന് എവിടെ കണ്ടാലും അങ്ങ് വർത്താനാ. ഈ വയ്യാവേലി നീ എന്നെയാ വരുത്തി വെച്ച, സഹിച്ചോ? നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് ആ മുറിയിൽ നോക്കാം. ദേ ഇങ്ങോട്ട് വരുന്നുണ്ട്. എങ്ങോട്ടെങ്കിലും അങ്ങ് വിളിച്ചു. ഇങ്ങോട്ട് വരാൻ. ഇരിക്കവിടെ, അവിടെ ഇരിക്കാൻ. ഓ, ഗുരുവായൂരപ്പാ, ഇവിടെ എന്താണാവോ നടക്കാൻ പോണേ? വന്നേ. അച്ഛന്റെ ഏതാണ്ട് പോയെന്ന്. അത് ഇങ്ങനെ തപ്പുമായിരുന്നു. അത് ഈ മുറിയിലല്ല, മറ്റേ മുറിയില. പിന്നെ ആ മുറി പോയി തപ്പരുതോ? അവിടെ നിറച്ച ആളുകൾ. ആ മുറി പോയി തപ്പാൻ. അതല്ലേ ഞാൻ പറഞ്ഞ, വാ പോയി നോക്കാം. വാ വാ വാ. വേഗം അങ്ങോട്ട് ഇറങ്ങ. അയ്യോ, എന്താ ഗോപു നീ ബാത്റൂമിനകത്ത്? എന്ത്? സാധാരണ എല്ലാവരും ചെയ്യുന്നത് തന്നെ. ഇനി ഈ മുറിക്കകത്ത് ആരെങ്കിലും ഉണ്ടോന്ന് കുനിഞ്ഞു നോക്ക്. എന്നിട്ട് എന്തിനാ? എനിക്കൊന്ന് സ്നേഹിക്കാനാ.